നമസ്കാരം, എൻ്റെ പേര് അനീഷ്. കളരി സ്റ്റഡീസിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് മിക്ക വടക്കൻ കളരികളിലും അങ്കത്താരി വിഭാഗത്തിൽ ആദ്യമായി പഠിക്കുന്ന പയറ്റുമുറയാണ് കടാരപ്പയറ്റ്. ഈ കടാരപ്പയറ്റിനായിട്ട് ഉപയോഗിക്കുന്ന കടാരകളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ഇത്തരത്തിലുള്ള കടാരകൾ ഇന്ത്യയിൽ ഡെവലപ്പ് ചെയ്യാനുണ്ടായ സാഹചര്യങ്ങളെ, നമ്മുടെ ചരിത്രപരമായ റെക്കോർഡുകളിൽ ഇതിനെപ്പറ്റിയുള്ള പരാമർശങ്ങൾ, ഇതിൻ്റെ പ്രാദേശികമായ വ്യത്യസ്ത രൂപങ്ങൾ എന്നിങ്ങനെയുള്ള കാര്യങ്ങളാണ് നിങ്ങളുമായിട്ട് ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത്. So please watch and enjoy. കടാര എന്ന ആക്ച്വൽ ആയുധത്തിലേക്ക് കടക്കും മുൻപ് കടാര എന്ന വാക്കിൻ്റെ എറ്റിമോളജി അല്ലെങ്കിൽ പദോൽപത്തി എന്താണെന്ന് നോക്കാം. സാധാരണ പല പുസ്തകങ്ങളിലും കടാര എന്ന വാക്ക് സംസ്കൃതത്തിൽ നിന്നാണ് വന്നത്, പിന്നീട് അത് പ്രാദേശികമായ മറ്റ് ഭാഷകളിലേക്ക് അഡോപ്റ്റ് ചെയ്യുന്നുള്ള രീതിയിലാണ് കാണുന്നത്. അപ്പോൾ സംസ്കൃതം എന്ന് പലരും ഉദ്ദേശിക്കുന്നത് ഇൻഡോ ആര്യൻ ലാംഗ്വേജ് ഗ്രൂപ്പിൽ നിന്ന് മറ്റു ഭാഷകളിലേക്ക് അഡോപ്റ്റ് ചെയ്തതായിട്ട്. അപ്പോൾ ഇന്ന് നമ്മൾ വിക്കിപീഡിയയും മറ്റുമൊക്കെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പലരും അത് എഡിറ്റ് ചെയ്ത് മാറ്റി പുതിയൊരു എറ്റിമോളജിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതായത് തമിഴ് വാക്കായിരുന്നു, അത് പിന്നീട് സംസ്കൃതത്തിലേക്ക് അഡോപ്റ്റ് ചെയ്തതാണെന്നുള്ള രീതിയിൽ എഴുതിയിട്ടുണ്ട്. അവരുടെ അഭിപ്രായത്തിൽ അതിൻ്റെ ശരിയായിട്ടുള്ള പേര് കിടാരി എന്നായിരുന്നു എന്നും, കിടാരി എന്ന വാക്കുണ്ടായത് കേദായം അരി, അതായത് പരിച മുറിക്കുക എന്ന അർത്ഥം വരുന്ന തമിഴ് വാക്കിൽ നിന്ന് ചുരുങ്ങിയാണ് കിടാരി ആയെന്നും പിന്നീട് അത് കടാര ആയി മാറിയതാണെന്നൊക്കെയാണ് അവർ അതിൽ ആഡ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഈ ഒരു എൻട്രി വിക്കിപീഡിയയിൽ നോക്കിക്കഴിഞ്ഞാൽ ഇതിനൊരു റെഫറൻസോ ഒന്നും തന്നെ ഇല്ല. ഇത് ആരുടെ ഒരു ഭാവനയിൽ അവർ അതിനെ ഒരു തമിഴ് വാക്കിൽ നിന്ന് കണക്ട് ചെയ്ത് ആണ് കാണിക്കുന്നത്. പക്ഷേ ഇതിനെപ്പറ്റി പഠിച്ചിട്ടുള്ള മറ്റ് റിസർച്ചേഴ്സ് കണ്ടെത്തിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർത്ത് ഇന്ത്യയിലുള്ള ഇൻഡോ ആര്യൻ ലാംഗ്വേജസ്, അതായത് സംസ്കൃതവും പല പ്രാകൃത ഭാഷകളും ഉൾപ്പെടുന്ന ആ ഒരു ഇൻഡോ ആര്യൻ ബ്രാഞ്ച് ഇൻഡോ ഇറാനിയൻ ബ്രാഞ്ചിൻ്റെ ഭാഗമാണ്. ആ രണ്ട് ബ്രാഞ്ചും പിന്നീട് കണക്റ്റ് ആകുന്നത് ഇൻഡോ യൂറോപ്യൻ ബ്രാഞ്ചിലേക്കാണ്. അപ്പോൾ ഈ ഇൻഡോ യൂറോപ്യൻ ബ്രാഞ്ചിൻ്റെ മറ്റ് യൂറോപ്യൻ സൈഡിലുള്ള വേറെ ബ്രാഞ്ചുകൾ, സബ് ബ്രാഞ്ചുകളിൽ ഭാഷകൾ നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനൊരു കടാര ആയിട്ട് ബന്ധമുള്ള വാക്കുകൾ നമുക്ക് കണ്ടെത്താൻ കഴിയും. ഉദാഹരണത്തിന് ഇപ്പോൾ ലാറ്റിനിൽ കർട്ടാര എന്ന് പറയുന്നത്, കട്ട് ചെയ്യുക എന്നുള്ള അർത്ഥത്തിൽ കർട്ടാര എന്ന് പറയും. അത് ഇംഗ്ലീഷിലാണെങ്കിൽ കട്ട് എന്ന് പറയും. ഈ കട്ട് വന്നേക്കുന്നത് പഴയ ജർമാനിക് വാക്കായ കട്ട എന്നൊക്കെയുള്ള വാക്കിൽ നിന്നൊക്കെയാണ്. അപ്പോൾ അതുപോലെ തന്നെ മറ്റ് പ്രോട്ടോ ജർമാനിക് വാക്കുകൾ എടുത്തു നോക്കിയാലും അതിൽ നിന്ന് കട്ടന എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കട്ട് ചെയ്യുക എന്നാണ്. ഇപ്പോൾ സ്വീഡിഷ് ഭാഷയിലൊക്കെ കട്ട എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കത്തി എന്നാണ് അർത്ഥം. ഇപ്പം അതുപോലെ തന്നെ നോർവേജിയനിലാണെങ്കിലും മുറിക്കുക അല്ലെങ്കിൽ ചെറിയ കത്തി എന്നൊക്കെയുള്ള അർത്ഥത്തിലാണ് ഈ കട്ട് കൂട്ടിയുള്ള വാക്കുകൾ നമുക്ക് മറ്റ് യൂറോപ്യൻ ലാംഗ്വേജുകളിൽ കാണാൻ കഴിയുന്നത്. അപ്പോൾ ഈ പഴയ നോർസ് ലാംഗ്വേജിലും ജർമാനിക്കിലും ഒക്കെ ഇങ്ങനെ ഒരു വാക്കുള്ളത് അതുകൊണ്ടും ദ്രാവിഡ ഭാഷകൾക്ക് ഇങ്ങനെ ഈ ഒരു ലാംഗ്വേജ് ബ്രാഞ്ചിലേക്കൊന്നും യാതൊരു കോണ്ടാക്റ്റ് ഇല്ലാത്തത് കൊണ്ട് ഇതൊരു കട്ടാര എന്ന വാക്ക് ഒരു ഇൻഡോ യൂറോപ്യൻ അല്ലെങ്കിൽ ഇൻഡോ ആര്യൻ ഒറിജിൻ ആകാൻ തന്നെയാണ് സാധ്യത. ഇന്ത്യൻ ആയുധങ്ങളെക്കുറിച്ചുള്ള ആദ്യകാല പഠനങ്ങളെല്ലാം തന്നെ വളരെ ജനറലൈസ്ഡ് ആയിട്ടുള്ള പഠനങ്ങളായിരുന്നു. ലോർഡ് എഗർട്ടൺ, റോബർട്ട് എൽഗുഡ്, GN പന്ത് മുതലായവരെല്ലാം തന്നെ അവരുടെ പുസ്തകങ്ങളിലും പഠനങ്ങളിലും കടാരയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ അവർ പറഞ്ഞ ചില കാര്യങ്ങൾ തെറ്റാണെന്ന് പിന്നീട് വന്ന ചരിത്രകാരന്മാർ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഈ കാലയളവിൽ ഇറങ്ങിയ പല വില കൂടിയ നല്ല കളർ ചിത്രങ്ങൾ അടങ്ങിയ ആയുധങ്ങളെക്കുറിച്ചുള്ള പുസ്തകങ്ങളിൽ ഈ തെറ്റുകൾ വീണ്ടും വീണ്ടും ആവർത്തിച്ച് വന്നിട്ടുമുണ്ട്. കടാര എന്ന ആയുധത്തെക്കുറിച്ച് വളരെ ഇൻഡെപ്ത് ആയിട്ടൊരു പഠനം നടത്തിയിരിക്കുന്നത് ഡെൻമാർക്കുകാരനായ ജെൻസ് നോർലൻഡ് ആണ്. ആംസ് ആൻഡ് ആമർ എന്ന ജേർണലിന് വേണ്ടി അദ്ദേഹം എഴുതിയ ഹൗ ഓൾഡ് ഈസ് കടാർ, റോയൽ കടാർസ് ഓഫ് ബൂന്തി മുതലായവ ഈ മേഖലയിൽ അദ്ദേഹം നൽകിയ സംഭാവനകളാണ്. പഴയ സാഹിത്യ രചനകൾ, കല്ലിലും മറ്റു കൊത്തിവെച്ചിരിക്കുന്ന കടാര ധരിച്ചിരിക്കുന്ന യോദ്ധാക്കളുടെ ശില്പങ്ങൾ, ചുവർ ചിത്രങ്ങൾ, കടാര ധരിച്ചു നിൽക്കുന്ന യോദ്ധാക്കളുടെയും രാജാക്കന്മാരുടെയും പെയിൻറ്റിങ്ങുകൾ, ആൻറ്റി കടാരകൾ എന്നിങ്ങനെയുള്ള പല സോഴ്സുകളാണ് കടാരയെക്കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടി ചരിത്രകാരന്മാർ ഉപയോഗിച്ചിരിക്കുന്നത്. പുരാതന ഭാരതീയ യുദ്ധ സമ്പ്രദായങ്ങളെക്കുറിച്ചും ആയുധങ്ങളെക്കുറിച്ചും പരാമർശിക്കുന്ന കൃതിയായിട്ട് നമ്മൾ കരുതുന്നത് ധനുർവേദമാണ്. വേദകാലഘട്ടത്തിൽ യജുർവേദത്തിൻ്റെ ഉപവേദമായി ഉണ്ടായിരുന്ന ധനുർവേദം ഇന്ന് അതേ രൂപത്തിൽ നമുക്ക് ലഭ്യമല്ല. ഇന്ന് ലഭ്യമായ ധനുർവേദത്തിൻ്റെ പ്രതികളെല്ലാം തന്നെ 8ാം നൂറ്റാണ്ടിന് ശേഷം രചിക്കപ്പെട്ടവയാണ്. പലതും മറ്റ് കൃതികളുടെ ചില അധ്യായങ്ങളായിട്ട് മാത്രമാണ് നമുക്ക് ലഭിക്കുന്നത്. ഉദാഹരണത്തിന് 8ാം നൂറ്റാണ്ടിനും 11ാം നൂറ്റാണ്ടിനും ഇടയിൽ രചിച്ച അഗ്നിപുരാണത്തിൻ്റെ 4 അധ്യായങ്ങൾ ധനുർവേദത്തിന് വേണ്ടിയാണ് മാറ്റിവെച്ചിരിക്കുന്നത്. വേദകാലത്തുണ്ടായിരുന്ന ധനുർവേദം ചുരുക്കിയൊരു ഫോമിലാണ് മറ്റ് കൃതികളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പിന്നീട് 11ാം നൂറ്റാണ്ടിലും 16ാം നൂറ്റാണ്ടിലും 17ാം നൂറ്റാണ്ടിലും ഒക്കെ മറ്റു പലരും ധനുർവേദ സംഹിതകൾ എഴുതിയിട്ടുണ്ട്. പക്ഷേ ഇതൊന്നും തന്നെ വേദകാലത്തുണ്ടായിരുന്ന ഒറിജിനൽ ധനുർവേദമല്ല.
കടാരയെക്കുറിച്ചുള്ള വീഡിയോയിൽ എന്തിനാണ് ഞാൻ ഇതൊക്കെ പറയുന്നതെന്ന് വെച്ചാൽ, ഇങ്ങനെ ധനുർവേദത്തെക്കുറിച്ച് പരാമർശിക്കുന്ന ഒരു ഗ്രന്ഥമായ നീതി പ്രകാശിക എന്ന കൃതിയിൽ മുഷ്ടിക എന്നൊരു ആയുധത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അതിന് ചില ചരിത്രകാരന്മാർ ഈ മുഷ്ടിക ചിലപ്പോൾ കടാരത്തെ ആയിരിക്കാം ഉദ്ദേശിച്ചത് എന്ന് കരുതുന്നുണ്ട്. ഇതിൽ പറയുന്നത് നല്ല പിടിയുള്ള, അറ്റം മൂർച്ചയുള്ളത്, പിടിയുടെ രണ്ട് സൈഡിലും നീളമുള്ളത്, കറുത്ത നിറമുള്ളത്, ഇങ്ങനെയുള്ള വിശേഷണമാണ് മുഷ്ടിയെക്കുറിച്ച് ഈ ഗ്രന്ഥത്തിൽ പറയുന്നത്. ഇതിൽ പറയുന്ന ലക്ഷണങ്ങൾ ചിലതെല്ലാം കടാരയായിട്ട് മാച്ച് ചെയ്യുന്നെങ്കിലും നമുക്ക് പൂർണ്ണമായിട്ടും ഇത് കടാരയാണെന്ന് പറയാനും പറ്റില്ല. മറ്റൊന്നുള്ളത്, ഇതുപോലുള്ള ഗ്രന്ഥങ്ങൾ പലപ്പോഴും 17-ാം നൂറ്റാണ്ടിലും 16-ാം നൂറ്റാണ്ടിലും ഈവൻ 19-ാം നൂറ്റാണ്ടിൽ വരെ രചിച്ച ഗ്രന്ഥങ്ങൾ പലതും വേദകാലത്തുണ്ടായിരുന്ന ചില മഹർഷിമാരുടെ പേരിലൊക്കെയാണ് പലരും രചിച്ചേക്കുന്നത്. ഇപ്പോൾ ഒരു 10-11-ാം നൂറ്റാണ്ടിന് ശേഷം എഴുതിയ കൃതികളാണെങ്കിൽ അന്ന് ഏതായാലും കടാരം ഭാരതത്തിൽ നിലവിലുണ്ടായിരുന്നു. ഇന്നത്തെ ഏകദേശം ഒരു രൂപത്തിലുള്ള കടാരങ്ങളും നിലവിലുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടിട്ടുള്ളവർ ഏതായാലും അത് ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അതിൽ അത്ഭുതപ്പെടാനില്ല. മുഷ്ടിക എന്ന ആയുധത്തെക്കുറിച്ച് പറയുന്ന ലക്ഷണങ്ങൾ ഇന്ത്യയിൽ പണ്ട് നിലവിലുണ്ടായിരുന്ന മറ്റ് ചില ആയുധങ്ങൾക്കും ചേരുന്നതാണ്. ഉദാഹരണത്തിന് വജ്രമുഷ്ടി പോലുള്ള ആയുധത്തിന്റെ ചില വേരിയേഷൻസ് ഒക്കെ 17-ാം നൂറ്റാണ്ടിലും 18-ാം നൂറ്റാണ്ടിലൊക്കെ ഇന്ത്യയിൽ ഉണ്ടായിരുന്ന പല പാരിയിങ് വെപ്പൺസ്, കടാരം പോലെ പിടിക്കുന്ന ചില ആയുധങ്ങളും ഇന്ത്യയിൽ നിന്നിരുന്നു. അപ്പൊ ആ കാലഘട്ടത്തിലാണ് ആ ബുക്ക് എഴുതിയെങ്കിൽ ചിലപ്പോൾ അതിനെയും ഉദ്ദേശിച്ചായിരിക്കും പറഞ്ഞിരിക്കുന്നത്. 10-ാം നൂറ്റാണ്ടിന് മുൻപ് ഇന്ത്യയിൽ ഒരു ആർട്ട് വർക്കിലും കടാരയോ അല്ലെങ്കിൽ കടാര പോലുള്ള ഒരു പ്രോട്ടോടൈപ്പ് ആയിട്ടുള്ള ഒരു വെപ്പണയോ കാണിക്കുന്നില്ല. ഉദാഹരണത്തിന് BC 2-ാം നൂറ്റാണ്ടിനും AD 4-ാം നൂറ്റാണ്ടിനും ഇടയ്ക്ക് ഒരു നീണ്ട കാലയളവിൽ നിർമ്മിച്ച അജന്ത ഗുഹകളിൽ അതിലുള്ള ചുവർ ചിത്രങ്ങളിലോ അല്ലെങ്കിൽ ശില്പങ്ങളിലോ ഒന്നും തന്നെ കടാര പോലുള്ള ആയുധത്തെ കാണിക്കുന്നില്ല. പക്ഷെ മറ്റ് പല ആയുധങ്ങളും, വാളും കുന്തവും പരിചയം, പല ടൈപ്പുള്ള ചെറിയ കത്തികളും ഒക്കെ കാണിക്കുന്നുണ്ട്. പക്ഷെ കടാരം മാത്രം നമുക്ക് കാണാൻ പറ്റില്ല. കടാര പോലുള്ള ഒരു ആയുധത്തെ ആദ്യമായിട്ട് ഒരു ഇന്ത്യൻ ആർട്ട് ഫോമിൽ നമുക്ക് കാണാൻ പറ്റുന്നത് ഒറീസയിലെ കേദാർ ഗൗരി ക്ഷേത്രത്തിലെ ഒരു ശില്പത്തിലാണ്. 10-ാം നൂറ്റാണ്ടിനും 11-ാം നൂറ്റാണ്ടിനും ഇടയിൽ നിർമ്മിച്ചു എന്ന് പറയപ്പെടുന്ന ഈ ക്ഷേത്രത്തിൽ പല ആയുധങ്ങൾ ഏന്തി നിൽക്കുന്ന ദേവിയുടെ ഒരു കയ്യിൽ കടാരം പോലൊരു ആയുധത്തെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇന്ന് നമ്മൾ കാണുന്ന കടാരകളിൽ നിന്നും അല്പം വ്യത്യസ്തമായിരിക്കുന്ന ഈ കടാര ചരിത്രകാരന്മാരുടെ അഭിപ്രായത്തിൽ ഒന്നെങ്കിൽ ഇത് കടാരയുടെ ആദിമ രൂപമായിരിക്കാം, അല്ലെങ്കിൽ ശില്പിക്ക് തെറ്റ് പറ്റിയതായിരിക്കാം എന്നൊക്കെയാണ്. എന്തായാലും കടാരയുടെ കാറ്റഗറിയിൽപ്പെട്ട ഒരു പഞ്ചിങ് അല്ലെങ്കിൽ ത്രസ്റ്റിംഗ് ഡാഗർ എന്ന കാറ്റഗറിയിൽപ്പെട്ട ഒരു ആയുധമായിരുന്നിരിക്കാം ശില്പി പകർത്തിയിരിക്കുന്നത്. 10-ാം നൂറ്റാണ്ടിന് ശേഷം ഇന്ത്യയിൽ പല ഭാഗങ്ങളിലായി കടാരയെക്കുറിച്ചുള്ള പരാമർശങ്ങളും വീരക്കല്ലുകളും നമുക്ക് ലഭ്യമാണ്. 11-ാം നൂറ്റാണ്ടിൽ ഇന്ത്യ സഞ്ചരിച്ച ഇറാനിയനായ അൽ ബറൂണി അദ്ദേഹത്തിൻ്റെ താരീഖ് ഇ ഹിന്ദിൽ കടാരയെക്കുറിച്ചും പരാമർശിക്കുന്നുണ്ട്. യജ്ഞത്തിൻ്റെ സമയത്ത് കടാര അരയിൽ ധരിക്കുന്ന ഹിന്ദുക്കളെക്കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷേ ആ കടാര നമ്മൾ ഈ വീഡിയോയിൽ ഉദ്ദേശിക്കുന്ന കടാരയാണോ അതോ സാധാരണ ചെറിയ കത്തി എന്ന രീതിയിലുള്ള കടാരയാണോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. 12-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന പ്രസിദ്ധനായ പൃഥ്വിരാജ് ചൗഹാന്റെ രാജകവിയായ ചാന്ദ് ബർദായി എഴുതിയ പൃഥ്വിരാജ് രാസോ എന്ന കവിതയിൽ കടാര ഉൾപ്പെടെ പല ആയുധങ്ങളെയും പറ്റിയും പരാമർശിക്കുന്നുണ്ട്. എന്നാൽ ഇന്ന് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള പൃഥ്വിരാജ് രാസോയിൻ്റെ കോപ്പി 16-ാം നൂറ്റാണ്ടിന് ശേഷമുള്ള കോപ്പികളാണ്. 19-ാം നൂറ്റാണ്ട് വരേക്കും പല രജപുത്ര രാജാക്കന്മാരുടെ നിർദ്ദേശപ്രകാരം ഈ കവിതയിലേക്ക് പലതും കൂട്ടിച്ചേർക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ കടാരയെക്കുറിച്ചുള്ള പരാമർശം 12-ാം നൂറ്റാണ്ടിൽ നിന്നുള്ളതാണോ അതോ പിന്നീട് ചേർക്കപ്പെട്ടതാണോ എന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ല. സൗത്ത് ഇന്ത്യയിൽ കടാര ഉപയോഗിച്ചിരുന്നതിൻ്റെ തെളിവുകൾ നമുക്ക് 16-ാം നൂറ്റാണ്ട് മുതൽ മാത്രമാണ് ലഭിച്ചിരുന്നത്. എന്നാൽ 2019 കോയമ്പത്തൂർ മ്യൂസിയത്തിലെ ഒരു വീരക്കല്ല് അല്ലെ നടുകല്ല് എന്നൊക്കെ അറിയപ്പെടുന്ന ഹീറോ സ്റ്റോണിൽ നടത്തിയ പഠനം തെളിയിക്കുന്നത് മറ്റൊന്നാണ്. 33 വർഷം മുൻപ് തമിഴ്നാട് ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അസിസ്റ്റന്റ് ഡയറക്ടർ ആയിരുന്ന ശ്രീ പൊൻകുണ്ട്രൻ കണ്ടെത്തിയ ഈ വീരക്കല്ല് 2019 3 യുവഗവേഷകർ പഠനം നടത്തുകയും അതിലുണ്ടായിരുന്ന ഇൻസ്ക്രിപ്ഷൻ വായിച്ചെടുക്കുകയും ചെയ്തു. ഈ കല്ലിന്റെ സ്ട്രക്ചറും ഷേപ്പും ഒക്കെ അനുസരിച്ച് 16-ാം നൂറ്റാണ്ടിൽ നിന്നുള്ള കല്ലായിരുന്നു എന്നായിരുന്നു ഇതുവരെ വിചാരിച്ചുകൊണ്ടിരുന്നത്. ഈ പഠനത്തെ പറ്റി ഒക്ടോബർ 30, 2019 ദി ന്യൂ ഇന്ത്യൻ എക്സ്പ്രസിന്റെയും ദി ഹിന്ദുവിന്റെയും ഓൺലൈൻ എഡിഷനുകളിൽ വാർത്തയായി വരികയുണ്ടായി. ഇതിന്റെ ഡേറ്റിങ്ങിനെ സംബന്ധിച്ച് ഒരു വാർത്തയിൽ 11-ാം നൂറ്റാണ്ടെന്നും മറ്റേതിൽ 12-ാം നൂറ്റാണ്ടെന്നും ആണ് എഴുതിയിരിക്കുന്നത്. ഈ വാർത്ത അനുസരിച്ച് 12-ാം നൂറ്റാണ്ടിൽ ഈ പ്രദേശം ഭരിച്ചിരുന്ന ചേര വംശത്തിൽപ്പെട്ട വീരകേരള രാജാക്കന്മാരുടെ നിർദ്ദേശപ്രകാരമാണ് ഈ കല്ല് നിർമ്മിച്ചത്. ഇതിൽ കടാര ഏന്തിയ 2
യോദ്ധാക്കൾ ഒരു യോദ്ധാവ് മറ്റൊരു യോദ്ധാവിൻ്റെ മുടിയിൽ പിടിച്ച് കടാര കുത്തുന്നതും എതിരാളിയാണെങ്കിൽ മറ്റേയാളുടെ തുടയിലേക്ക് കടാര കുത്തിയിറക്കുന്നതുമായിട്ടുള്ള ഒരു ചിത്രീകരണമാണ് ഇതിലുള്ളത്. പഠനം നടത്തിയ 3 പേരും ഔദ്യോഗികമായി ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടവരല്ല. അതുകൊണ്ട് ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് ഔദ്യോഗികമായി ഇത് അംഗീകരിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. ഇതിനെപ്പറ്റി കൂടുതൽ അറിയേണ്ടവർ കോയമ്പത്തൂർ മ്യൂസിയവുമായി ബന്ധപ്പെടുക. ഈ വാർത്ത കൂടുതൽ വായിക്കണം എന്നുള്ളവർ ഇതിൻ്റെ ടൈറ്റിൽ സെർച്ച് ചെയ്യുക. ഇത് ഓൺലൈനിൽ നിന്നും അവൈലബിൾ ആണ്. ഈ ഫൈൻഡിങ് ശരിയാണെങ്കിൽ ഇത് സൗത്ത് ഇന്ത്യയിൽ വളരെ ചിത്രീകരിച്ചിരിക്കുന്ന ഏറ്റവും പഴയ ആർക്കിയോളജിക്കൽ എവിഡൻസ് ഇതാണ്. 14-ാം നൂറ്റാണ്ടിൽ ഇന്ത്യ സന്ദർശിച്ച ലോകസഞ്ചാരിയായ ഇബിൻ ബത്തൂത്തയും കടാരയെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. ഡൽഹിയിൽ നിന്ന് ഗ്വാളിയാറിലേക്ക് പോകും വഴി കേട്ട ഒരു കഥയാണ് അദ്ദേഹത്തിൻ്റെ ഓർമ്മക്കുറിപ്പിൽ പറയുന്നത്. ബദർ എന്നൊരു എമീർ തൻ്റെ അടിമകളോടൊപ്പം ഹിന്ദുക്കളുടെ ഒരു ഗ്രാമത്തിലൂടെ പോയപ്പോൾ അവിടെ ഒരു കുഴിയിൽ വീണുവെന്നും ഗ്രാമവാസികൾ അദ്ദേഹത്തെ കടാര വെച്ച് ആക്രമിച്ചു എന്നുമാണ് കഥയിൽ പറയുന്നത്. ഇങ്ങനെ കടാരയെക്കുറിച്ചുള്ള പല പരാമർശങ്ങളും നമുക്ക് 16-ാം നൂറ്റാണ്ടിന് മുൻപുള്ള ലിറ്ററേച്ചറിൽ നിന്ന് അവൈലബിൾ ആണ്. എന്നാൽ ഇതിലൊന്നും തന്നെ ഏത് തരത്തിലുള്ള കടാരയാണെന്നോ അല്ലെങ്കിൽ കടാരയെക്കുറിച്ചുള്ള കൂടുതലായിട്ടുള്ള ഡിസ്ക്രിപ്ഷനോ ഒന്നും തന്നെ നമുക്ക് അവൈലബിൾ അല്ല. ഇതുവരെ കിട്ടിയിട്ടുള്ള തെളിവുകൾ വെച്ച് നോക്കുമ്പോൾ 10-ാം നൂറ്റാണ്ടിന് ശേഷമാണ് കടാര ഇന്ത്യയിൽ വ്യാപകമായി ഉപയോഗത്തിൽ വരാൻ തുടങ്ങിയതെന്ന് നമുക്ക് മനസ്സിലാവും. 16-ാം നൂറ്റാണ്ടോടുകൂടി ഫുള്ളായിട്ട് ഡെവലപ്പ് ചെയ്തൊരു കടാര നമുക്ക് നോർത്ത് ഇന്ത്യയിലും സൗത്ത് ഇന്ത്യയിലും കാണാൻ സാധിക്കുന്നതാണ്. 16-ാം നൂറ്റാണ്ടിൽ നിന്നുള്ള ഒറിജിനൽ ആൻറ്റി കടാരകൾ വരെ നമുക്കിന്ന് അവൈലബിൾ ആണ്. ഈ 10-ാം നൂറ്റാണ്ടിന് ശേഷം ഇന്ത്യ വ്യാപകമായി കടാരയ്ക്ക് ഒരു പ്രചാരം ലഭിക്കണമെങ്കിൽ ചരിത്രപരമായ എന്തെങ്കിലും ഒരു ആവശ്യകത അവിടെ ഉണ്ടാവണം. 10-ാം നൂറ്റാണ്ടിന് ശേഷം ഇന്ത്യൻ ചരിത്രത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇറാനിയൻ തുർക്കി വംശജരുടെ ആക്രമണമാണ് പ്രധാനമായിട്ടും നടന്നിട്ടുള്ളത്. അവരുടെ ആക്രമണം സൗത്ത് ഇന്ത്യയിലെ മധുര വരെ എത്തുകയും ചെയ്തു. കടാരയ്ക്ക് ഇത്ര വ്യാപകമായ ഒരു ഉപയോഗം സാധ്യത ഉണ്ടായത് ഈ തുർക്കിക് ഇറാനിയൻ വംശജർ ഇന്ത്യയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത ചെയിൻ മെയിൽ എന്നൊരു പടച്ചട്ടയുടെ കാരണമായിട്ടാണ്. ഈ ചെയിൻ മെയിൽ എന്ന് പറഞ്ഞാൽ ലോഹം കൊണ്ടാക്കി നെറ്റ് പോലുള്ളൊരു പടച്ചട്ടയാണ്. ഇത് ചലനത്തിന് വളരെ സൗകര്യമുള്ള ഒരു പടച്ചട്ടയാണ് ഇത്തരത്തിലുള്ള പടച്ചട്ട. ഇതിന് മുൻപുണ്ടായിരുന്ന ഇന്ത്യയിലുള്ള പടച്ചട്ടകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മെറ്റൽ പ്ലേറ്റും സ്കെയിൽ ടൈപ്പ് പടച്ചട്ടകളൊക്കെ ആയിരുന്നു. അപ്പോൾ ഈ തുർക്കിക് ഇറാനിയൻ വംശജരാണ് ഇന്ത്യയിൽ ചെയിൻ മെയിൽ പടച്ചട്ട ഇൻട്രൊഡ്യൂസ് ചെയ്തത്. വാളുകൊണ്ടുള്ള വെട്ടുകൾക്കൊന്നും ഈ പടച്ചട്ടയിൽ അധികം പ്രഹരം ഏൽപ്പിക്കാൻ പറ്റില്ല. അതേസമയം ത്രസ്റ്റിംഗ് കുത്തുന്ന രീതിയിലുള്ള വെപ്പൺസിന് ഈ പടച്ചട്ട തുളച്ച് കയറാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ചെയിൻ മെയിൽ പടച്ചട്ടയ്ക്ക് എതിരായിട്ട് ഉപയോഗിക്കാൻ പറ്റിയൊരു ആയുധമായിട്ട് കടാര ഡെവലപ്പ് ചെയ്തു എന്നാണ് ചില ചരിത്രകാരന്മാർ അഭിപ്രായപ്പെടുന്നത്. ഈ ചെയിൻമെയിൽ പടച്ചട്ട പിന്നീട് രജപുത്രർ അടക്കമുള്ള ഇന്ത്യയിലുള്ള രാജാക്കന്മാർ സ്വീകരിക്കുകയും ഇവരുടെ ഇടയിലെല്ലാം തന്നെ കടാരയ്ക്കും വളരെ പ്രചാരം നേടുകയും ഉണ്ടായി എന്നാണ് ചിലർ അഭിപ്രായപ്പെടുന്നത്. കടാരയെ പറ്റിയുള്ള വീഡിയോയുടെ ആദ്യ ഭാഗം ഇവിടെ അവസാനിക്കുകയാണ്. രണ്ടാം ഭാഗത്തിൽ 16-ാം നൂറ്റാണ്ട് മുതൽ കടാരയ്ക്കുണ്ടായ ഡെവലപ്മെൻറ്റും അതിൻ്റെ വ്യത്യസ്ത തരത്തിലുള്ള പ്രാദേശിക രൂപങ്ങളും ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതായിരിക്കും. വിജയനഗര കടാര, തഞ്ചാവൂർ കടാര, മറാഠ കടാര, രജപുത്രരുടെ ബൂന്തി കടാര, മുഗളന്മാരുടെ കടാര, അങ്ങനെയുള്ള വ്യത്യസ്തമായ കടാരകളെക്കുറിച്ചും കാര്യങ്ങളായിരിക്കും രണ്ടാം ഭാഗത്തിൽ. ഇത്രയും കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി. കടാരയുടെ ചരിത്രത്തിൻ്റെ രണ്ടാം ഭാഗം തീർച്ചയായും കാണുക. ടിൽ ദെൻ, ഗുഡ് ബൈ.